കോഴിക്കോട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുന്നിലാണ് ആളുകൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പാസ്പോർട്ട് കൊടുക്കുന്നതും ഒപ്പം മറ്റ് സേവനങ്ങൾക്കുമായി വന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് നേരത്തെ മെസ്സേജൊന്നും നൽകിയിരുന്നു. വളരെ ദൂരെ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെയൊരു തകരാറുണ്ട്, ഇപ്പോൾ അവർക്ക് അനുവദിക്കില്ല. അവരൊക്കെ ഓരോ സമയം അനുവദിച്ചിട്ട് ആ സമയത്തിനനുസരിച്ച് വന്ന ആളുകളാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം പറഞ്ഞിരുന്നത് വരാൻ? നമുക്ക് ഇന്നത്തെ ദിവസം 10:50 ടൈം കിട്ടിയത്. അതേ കാരണം വന്നപ്പോഴാണ് നമ്മളിവിടെ നോട്ടീസ് കാണുന്നത്. ആ നോട്ടീസ് അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നു റീഷെഡ്യൂൾ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ തക്കാലിലാണ് നമ്മൾ അപേക്ഷിച്ചത്. നമ്മുടെ ദിവസങ്ങൾ തക്കാലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവർ റീഷെഡ്യൂൾ ചെയ്തു തരാൻ തയ്യാറാണ്. അപ്പോൾ റീഷെഡ്യൂൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ അപ്പോയിൻമെന്റ് സർവർ നോക്കുമ്പോൾ ഈ ആൾക്കാർ അപ്പോയിൻമെന്റ് ചെയ്ത് നമുക്ക് ടൈം കഴിഞ്ഞു പോവാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒച്ചപ്പാടും പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഈ തക്കാലായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവരെന്താ പറയുന്നത്? ആളുകളോട് പിന്നെ വരാനാണ് എന്താ പറഞ്ഞത്? അവരെ പറയുന്നത് നിങ്ങൾ ഇത് എവിടെയാണ് കൊടുത്തത് അവിടെ പോയി മേടിക്കാം, അത് പിന്നെ തിരിച്ച് വേറൊരു ദിവസം വാങ്ങാം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് ആളുകൾ വളരെ കഷ്ടപ്പെട്ടാണ് വന്നത്. എന്നിട്ട് ഇവർ വേറെ ആളെ അങ്ങോട്ട് കയറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അനീതിയാണല്ലോ ചെയ്യുന്നത്, വളരെ തെറ്റാണ്, ശരിയല്ല ചെയ്യുന്നത്. കാരണം ഒരു വിവേചനം കാണിച്ചുകൊണ്ടാണ് അവർ കയറ്റുന്നത്. ഞാൻ അറിഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. ഉച്ചവരെ തകരാറുന്നല്ലേ ഇവർ പറഞ്ഞു? ഉച്ചയ്ക്ക് ശേഷമുള്ള അപ്പോയിന്റ്മെന്റുകൾ മാത്രമേ അനുവദിക്കുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. രാവിലെ എനിക്ക് തന്നത് 11:15 ഈ 11:15 ഇവർ പറയുന്നത് പിന്നെ ഒരു ദിവസം തരാം. ഇന്ന് ഞാൻ പറഞ്ഞു വൈകുന്നേരം വരെ നിന്നോളാം. പക്ഷെ അവർ പറയുന്നത് പറ്റൂല, മറ്റൊരു ദിവസങ്ങൾ അവിടെ പോയിട്ട് അവർ ഡേറ്റ് തീരുമാനിക്കട്ടെ എന്നിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അത് വളരെ വളരെ വിഷമമുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. പല ദൂരത്തുനിന്ന് വന്ന് ഇവിടെ എത്താൻ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് വന്നത്. പെട്ടെന്ന് കിട്ടേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ? പെട്ടെന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ 2 മണിക്കൂർ ട്രാവൽ ചെയ്താണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇവര് SMS അയച്ചു എന്നാണ് പറയുന്നത്. ഈ SMS അയച്ചു എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ വന്നിട്ട് 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ SMS കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഇമെയിലോ അല്ലെങ്കിൽ ഒരു 1 അവർ മുമ്പ് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു കോൾ വന്നിരുന്നെങ്കിലും ഞങ്ങൾ സ്കിപ്പ് ചെയ്യായിരുന്നു. ഇവിടെ വന്നിട്ട് പറയും ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം ഉള്ളവർക്ക് നിലവിൽ കൊടുത്തവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവർ രാവിലെ ഇത്രയും പേർക്കല്ലേ ഇന്നലെ ഇവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവർ തന്നെ ഇവിടെ മേഡം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണ്ട ഇന്നേക്ക് ഞങ്ങൾ അപ്പോയിന്റ് കൊടുക്കുക. ഇതിൽ പ്രധാന വിഷയം എന്ന് വെച്ചാൽ നാളെ ഇപ്പോൾ ഞങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഞങ്ങൾ സൈറ്റിൽ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടില്ല, മറ്റന്നാൾ കിട്ടില്ല, ഇനി അങ്ങോട്ട് റഷ് ആയിരിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് പോകേണ്ടവരും എമർജൻസി ആയിട്ട് ചെയ്യേണ്ടവർക്കും ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ ചോദിച്ചത്. അതിന് അവർക്ക് ഒരു സൊല്യൂഷൻ ഇതുവരെ ഈ സമയം വരെ ഞങ്ങൾ തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളത് ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണമാണ് നമുക്ക് കിട്ടുന്നത്. എത്ര സമയത്ത് വരാനായിരുന്നു പറഞ്ഞിരുന്നത്? 12:30. എന്താ പറയുന്നത്? അവര് പറയുന്നത് ഇനി ഇന്ന് ഇവിടെ സംഭവം എന്താ നെറ്റ് കേടാണ്, കമ്പ്യൂട്ടർ കേടാണ്. പിന്നെ വരാനാണോ പറഞ്ഞത്? വേറെ ഒരു ദിവസം തരാമെന്ന് പറഞ്ഞു. പിന്നെ വന്ന് നോക്കാനാണ് അവർ പറയുന്നത്. ഇന്ന ഡേറ്റ് ഇല്ലെങ്കിലും ഉറപ്പില്ല, ഏതായ ഒരു ദിവസം വന്ന് നോക്കാൻ. അപ്പൊ നമ്മൾ അത്രയും ദൂരത്തുനിന്ന് വരുമ്പോ നമുക്ക് നേരത്തെ അറിയിച്ചതുമില്ല. ഒരു പറയുന്ന അറിയിച്ചില്ല, പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. മെസ്സേജ് ഒന്നും കിട്ടിയില്ല. ഒന്നും വന്നില്ല. ഞങ്ങൾ വണ്ടി വിളിച്ച് വന്നതാ. ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചിട്ട് വന്നതാ. പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് റെഡിയാക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. ഇനിയിപ്പോ ഒരങ്ങനെ പറയുന്നത് നമ്മളോട് ഒന്നും കൂടി വന്ന് നോക്കാൻ ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇട ദിവസം വന്നിട്ടൊന്ന് നോക്കാൻ. ഇതാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞ പ്രകാരം പോയതാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അപേക്ഷയുടെ ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക തകരാറ് കാരണം പാസ്പോർട്ട് അപേക്ഷ സ്വീകരിക്കുന്നതിൽ തടസ്സം നേരിടുന്നു എന്നുള്ളതാണ്. 1 PM വരെ, 1 മണി വരെയാണ് ഇന്നത്തെ അപ്പോയിന്റ്മെന്റ് തടസ്സമുള്ളത്. 1 മണിക്ക് ശേഷം അത് ശരിയാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്ത് മൊത്തത്തിൽ സെർവർ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തകരാക്കിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന ആളുകൾ കൂടി ഉണ്ട്. എവിടുന്ന് വന്നതാണ്? ഇന്ന് ഡേറ്റ് കിട്ടിയിട്ട് വന്നതായിരുന്നു. ഡേറ്റ് കിട്ടിയിട്ട് വന്നതാണ്. തിരിച്ചു പോകണം. 4 മണിയാന്ന് മോളത് പറഞ്ഞത്, മോൻ്റെത് രാവിലെ 9 മണിയാണ് പറഞ്ഞത്. മോളത് ചിലപ്പോൾ ശരിയാ 1 മണിക്ക് ശേഷം ശരി, മോളത് ഇന്ന് റെഡിയാവും. മോളുള്ളിൽ കയറിയിട്ടുണ്ട്. മോൻ്റെതാണ് ഈ പേരെ കിട്ടേണ്ടത്. പെട്ടെന്ന് പോകാനുള്ള ഒരു ആവശ്യത്തിനാണ് വന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്ക് പോകാനുള്ള. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും പെട്ടെന്ന് പാസ്പോർട്ടൊക്കെ ശരിയാക്കി എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനൊക്കെ പോകാൻ വന്നവരുണ്ട്. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇത് ശരിയായി കിട്ടണം. എന്താ വേണ്ടത്? അതിനൊരു തീരുമാനം ഉണ്ടായി തരണം. അത് ഞങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ വാർത്ത കൊടുത്താൽ എന്തെങ്കിലും തീരുമാനമാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട ആളുകൾ ഇവിടെ നിന്ന് വിഷമിക്കുകയാണ്. ഈ കൊച്ചുങ്ങളെടുത്തിട്ടും പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നത്. അതിനൊരു അന്തിമ തീരുമാനം എടുക്കണം.
ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തു തരണമെന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ വാർത്ത കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കാൻ തീരുമാനിക്കുമെന്നുള്ളത്, പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും ദൂരെ വയനാട്ടിൽ നിന്ന് വന്നൊക്കെ ആളുകളുണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്നിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നിന്നിട്ട് കാര്യമില്ല. പോലീസ് നേരത്തെ അവരോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല, അവർ പറയുന്നതിനനുസരിച്ച് കേൾക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള അപ്പോയിന്റ്മെന്റുള്ള ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.